ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ നമുക്കറിയാം പുതിയ പാറ്റേൺ അനുസരിച്ച് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് 3 കുട്ടികൾക്ക് സംശയം ഉളവാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയിരിക്കണം, പറഞ്ഞു തരും. കഴിഞ്ഞൊരു ക്ലാസ്സിൽ സഹിമിലൻ ഇട്ടിരുന്നു കേട്ടോ. സഹിമിലൻ എന്ന് വെച്ചാൽ ചേരുംപടി ചേർത്ത് എഴുതുക എന്നത്. അത് അങ്ങനെയായിട്ട് തന്നെയും ചോദിക്കാം, വേറൊരു രീതി ചോദിക്കാം. ആ രീതിയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. നോക്കിയിരിക്കുക. ചേരുംപടി ചേർത്ത് എഴുതാനേ, പിന്നെ പ്രസ്താവന ചുൻകർ വികൽപ്പ് ചുൻകർ അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നോക്കിയിരിക്കണം കേട്ടോ. പ്രയാസമാണ് കുട്ടികൾക്ക്, ചില കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അതെങ്ങനെയാണെന്ന്. നോക്കി, ഒന്നാമത്തെ വായിക്കാം. പഹച്ചാൻ കർ ലിഖേ കി കോൻ സാ ക്രമ സഹി ഹേ. പഹച്ചാൻ കർ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് ലിഖ എന്ന് വെച്ചാൽ എഴുതുക. ഏത് ക്രമമാണ് സഹിയായിട്ട് ശരിയായിട്ട് ഉള്ളത്, അല്ല ഏത് ജോഡിയാണെന്നും ചോദിക്കാം. ക്രമം മാറ്റി ജോഡിയെന്നും വരാം കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോഴേ അതൊരു കോളത്തിനകത്തായിരിക്കും. ആ ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് വായിച്ച് വേണം എഴുതാൻ. നോക്കി, ആദ്യത്തെ കാ ഗ കണ്ടില്ലേ, അക്ഷരങ്ങൾ ഇതുപോലെ തന്നിരിക്കും. ആദ്യത്തെ കായിലെ രംഗീൻ ചിടിയ, അതിൻ്റെ നോക്കി അപ്പുറത്തേക്ക് നോക്കിയേ ഫൈലാത്തി പ്രസന്നത. നെക്സ്റ്റ് ഗുലാബി റോഷിനി. അടുത്ത് നോക്കിയേ ഖാനെ കി തലാശേ, ചോഞ്ച് മാർന, സില ബിൻതിയിലെടുക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. തീർച്ചയായിട്ടും ഇത് ഓർഡർലെസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓർഡറാക്കി വേണം എഴുതാൻ. അപ്പം നിങ്ങൾ എഴുതേണ്ട, അതിൻ്റെ താഴേക്ക് നോക്കിയേ ആ ഈ എന്ന് തന്നിരിക്കുന്നു, അല്ലെ ക ഇഖ ഗ ഖ എന്ന് വരും കേട്ടോ. അങ്ങനെ 4 കോളം, ഇത് 4 കോളങ്ങളാണ്. ആ ഒരു കോളം, രണ്ടാമത്തെ ആ, മൂന്നാമത്തെ ഈ, നാലാമത്തെ ഈ എന്നുള്ള കോളം. ഈ കോളത്തിനകത്ത് ശരിയായിട്ടുള്ള കോളം ഏതാണോ, അതായത് ആ ടേബിൾ ഏതാണോ അത് വേണം എഴുതി കൊടുക്കാൻ കേട്ടോ. ആ ടേബിൾ മാത്രം എഴുതിയാൽ മതി, അല്ലെ മൊത്തം ഇതുപോണക്ക് പോയിന്റ് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് വായിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ആ കോളം കണ്ടെത്തി എഴുതാൻ. ആദ്യത്തെ നോക്കിയേ, രംഗീൻ ചിടിയ, പല നിറത്തിലുള്ള പക്ഷികൾ പോലെ സില ബിന്തിയിലെടുക്കുക. പാഠം പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ. സില ബിന്തിയിലെടുക്കുക, നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ പല നിറത്തിലുള്ള ചെടിയ പക്ഷികളെ പോലെ തോന്നി. അപ്പം അതാണ് ശരി. രംഗീൻ ചെടിയുടെ കൂടെ അതാണ് വരുന്നത്. അപ്പം അക്ഷരം നോക്കിയേ, കായും ചായും. നമ്മൾ നോക്കണം തന്നതിലെ കായും ചായും ഏതിനകത്ത് ഉണ്ട് എന്ന്. അപ്പം നോക്കിയാൽ ഇവിടെ ആയ്ക്കകത്തും ഈക്കകത്തും കായും ചായും ആദ്യത്തെ ഉണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ രണ്ടാമത്തെ അത് കാണുമ്പോഴേ എഴുതല്ല, അടുത്തെല്ലാം ക്ലിയർ ആക്കിയിട്ടേ എഴുതാവൂ. നെക്സ്റ്റ് അടുത്ത നോക്കിയാൽ ഗുലാബി റോഷിനി, റോസ് കളറിലുള്ള അല്ലെ റോസ് നിറത്തിലുള്ള ഒരു റോഷിനി പ്രകാശം. അതെന്തായാലും നോക്കിയേ, ഫൈലാത്തി പ്രസന്നത, വ്യാപിപ്പിച്ചു അവിടെ സന്തോഷം അല്ലേ. ആ കുട്ടികളുടെ മുഖത്ത് നിന്നും റോസ് നിറത്തിലുള്ള പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവിടെ വ്യാപിക്കുകയും ചെയ്തു എന്ന് പഠിപ്പിച്ചു പോയത്തിൽ. അതാണ് ശരി കേട്ടോ. ഗുലാബി റോഷിനിക്ക് ചേരുന്നത് ഫൈലാത്തി പ്രസന്നതയാണ്. അക്ഷരം നോക്കിയേ, ഗാ ഖ കണ്ടോ, ഖായ്ക്ക് ഗ ഖ എന്നുള്ള അക്ഷരമാണ്. അപ്പം ഗായും ഖായുമാണ്. നിങ്ങൾ വീണ്ടും നോക്കണം. നോക്കിയേ, ആദ്യത്തേത് കായും ചായും രണ്ടാമത്തതിൽ നമ്മൾ കണ്ടു, രണ്ടാമത്തെ കോളത്തിലും മൂന്നാമത്തെ കോളത്തിലും കണ്ടു. ഇനി നോക്കണം അടുത്ത ഗായുടെ കൂടെ ഏതാണെന്ന്. ഗായുടെ കൂടെ ഖ എന്നുള്ള അക്ഷരമാണ്, ഇഖയല്ല. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തതാണ് അതിൻ്റെ ശരി. നെക്സ്റ്റ് നോക്കിയേ, ചോഞ്ച് മാർന, ചോഞ്ചെന്ന് വെച്ചാൽ ചുണ്ടുകൊണ്ട് കൊത്തുക. ഖാനയ്ക്ക് തലാശെ, ആഹാരം തേടുക. അപ്പം ചോഞ്ച് മാർന മാ, ഖാനയ്ക്ക് തലാശ് എന്നുള്ള ഇഖ, മായും ഇഖായും. അതേതാ നോക്കിയേ, ആയും ഈയും ആണ് നമ്മൾ നോക്കി വെച്ചിരുന്നത്. അതിലെ കാ ച, അടുത്ത നോക്കി ഗ ഇഖ ഗ ഖ മാ ഖ മാ ഇഖ എന്നാണ്. അതിൽ ശരിയായിട്ടുള്ള നോക്കിയേ കായും ചായും, പിന്നെ നോക്കിയേ ഗായും ഇഖായും, പിന്നെ മായും ഇഖ എന്ന അക്ഷരവുമാണ്. അതാണ് ശരിയായിട്ട് ഉള്ളത് കേട്ടോ. അതുപോലെ തീർച്ചയായിട്ടും ആ ഒരു കോളം, അതായത് ഈ എന്ന കോളം എഴുതി കൊടുക്കുക. ഈ കോളമാണ് ശരി. ഇതുപോലെ നോക്കി കണ്ട് വേണം എഴുതാൻ കേട്ടോ. ചുമ്മാതെ കായ് ഖ അങ്ങനെ നോക്കി എഴുതല്ലേ. ഇതേപോലെ ആദ്യം കണ്ടെത്തുക ഏത് കോളത്തിലെ ഏതെന്ന് വെച്ചാൽ ഏത് പോയിന്റിനോട് ഏത് പോയിന്റാണ് ചേരുന്നത്. എ കോളത്തിലെ നിന്നും ബി കോളത്തിലേക്ക് നോക്കണം. അത് ശരിയായിട്ടുള്ള അക്ഷരങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചിരിക്കണം, അല്ലെ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നോക്കുക താഴേക്ക് ഏത് കോളമാണ്, അത് കണ്ടെത്തി കൃത്യമായിട്ട് എഴുതി കൊടുക്കണം, തെറ്റെഴുതല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അതിന് ചോദിക്കാവുന്ന പാഠങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ദില്ലി മേ ഉനീദേ പരിയിലെടുക്കി. ആ പാഠഭാഗത്തിൽ ചോദിക്കാൻ കൊള്ളാം അതിന് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ആ പാഠഭാഗം ഒന്ന് നോക്കിക്കൊണ്ട് വേണം പോകാൻ. നെക്സ്റ്റ് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം.
ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. 4 പോയിന്റ് കാണും, ചിലപ്പോൾ 3 ഞാനിവിടെ 3 എഴുതിയിട്ടുള്ളൂ. അതിലെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ശരി, 1 മാർക്കേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 4 തരും, ചിലപ്പോൾ 3 തരും കേട്ടോ. അതിൽ ഒരെണ്ണമായിരിക്കും ശരി. നോക്കി എഴുതിയേ. എന്ന് നമുക്ക് വായിക്കാം. ഹർമൻ ഫായൂം കി സാത്ത് അമേരിക്ക ചലാ ജാതാ ഹേ. ഹർമൻ സഹോദരന്മാരുടെ കൂടെ അമേരിക്കയിലേക്ക് പോയി. ശരിയാണോ? അല്ലല്ലോ, തെറ്റല്ലേ? ആണ്. ഹർമൻ സഹോദരന്മാരുടെ കൂടെ അമേരിക്കയിലല്ല പോയത്, യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിലേക്കാണ് പോയത്. നെക്സ്റ്റ്, ഹർമൻ കൈദി ശിവിർ മേ ബന്ദി ഹോത്താ ഹേ. ഹർമൻ കൈദി ശിവിറിലെ എന്തായിരുന്നു? ബന്ദി ആയിരുന്നു. അത് ശരിയാണ്. അവിടെ ബന്ദിയായിരുന്നു കുട്ടി അല്ലേ? കൈദി ശിവിറിലായിരുന്നു. അടുത്ത നോക്കി. ഹർമൻ അഗിരി ബാറെ കേത്ത് കെ പാസ് ഗയ. അവസാനമായി കേത്തിൻ്റെ അരികിലല്ല, ബാഡ് മുള്ളുവേലിക്കരികിലേക്കാണ് വന്നത്. ഇതിനകത്ത് ഒരെണ്ണമാണ് ശരി, രണ്ടാമത്തതാണ് ശരി. ഇഖ അത് ഫുള്ള് എഴുതി കൊടുക്കണം കേട്ടോ. ഇഖ എന്ന് എഴുതിയിട്ട് ഹർമൻ കൈദി ശിവിർ മേം ബന്ദി ഹൊത്താ ഹേ എന്ന് എഴുതി കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മെത്തേഡ് നോക്കിയേ. പ്രസ്താവ് പടേ. തന്നിരിക്കുന്ന പ്രസ്താവന വായിക്കുക. और सही विकल्प चुनकर लिखे. തന്നിരിക്കുന്ന വികല്പ് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ശ്രദ്ധിച്ച് വേണം കേട്ടോ. നോക്കിയേ, 4 പോയിന്റുകളായിരിക്കും തരുന്നത്. എത്ര എണ്ണം ഉണ്ടായിരിക്കും? 4. ആ 4 ശരിയായിട്ടുള്ളത് 2 എണ്ണമാണ്. ആ 2 എണ്ണത്തെ വികല്പം 1 എന്നൊക്കെ റോമൻ ലെറ്റേഴ്സാണ്. 1, 2, 3, 4 കണ്ടില്ലേ? അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? 1, 6, 2 സഹി എന്നാ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണത്. ശ്രദ്ധിക്കാൻ ഞാൻ വായിച്ചു തരാം. രാജാറാം ഓട്ടോ കോഹി അപ്പന ഗർ ബനായ. രാജാറാം അദ്ദേഹത്തിൻ്റെ ഓട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ വീടാക്കി മാറ്റിയത്. ശരിയാണല്ലോ? പഠിപ്പിച്ചില്ലേ? ആണ്. അടുത്ത നോക്കിയേ. വഹ ഇതവാർ കെ ദിൻ നദി മേ നഹലാത്താ ഹേ. ഇതവാർ ഞായറാഴ്ചകളിൽ അദ്ദേഹം നദിയിലാണ് കുളിക്കുന്നത്. അല്ല സടക്കിൻ്റെ കിനാരെ പഞ്ചുകുക അവിടെയാണ് കുളിക്കുന്നത് കേട്ടോ. തെറ്റാണത്. അടുത്ത ഏക്ക് ദയാലു ആത്മീനെ ഉസേ പുരാന ഓട്ടോ ലേ ദിയ. ഒരു ദയാലു ആത്മി, ദയാലു ഒരു അമീർ ആത്മി അറിയാലോ, അയാളൊരു പഴയ ഓട്ടോ വാങ്ങി നമ്മുടെ രാജാറാമിന് നൽകി. അത് ശരിയാണ്, അയാളാണ് വാങ്ങി നൽകിയത്. അടുത്ത ബാരിഷ് മേ ഉസ്ക ആട്ടോ ടഹ് ഗയ. മഴയിൽ അദ്ദേഹത്തിൻ്റെ ആട്ടോ തകർന്നു പോയി എന്നാണ്. ഓട്ടോ അല്ല തകർന്നത്, ഗർ വീടാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം ശരിയാണ്. 1 നോക്കിയേ, ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ശരി. 1ഉം 3ഉമാണ് ആ വികല്പാണ് ശരി. 1, 3. ഇനി നോക്കിയേ, താഴെ തന്നിരിക്കുന്ന കായിലെ 1, 2 തെറ്റ് അല്ലേ? അടുത്ത് നോക്കിയേ 3, 4 തെറ്റാണ്. അടുത്ത് നോക്കിയേ 2, 4 തെറ്റാണ്. 1, 3 അതാണ് ശരി. ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി. അപ്പോൾ ആ ഇഖ നോക്കിയ ആദ്യത്തെ ഇഖ ഗ ഇഖ എന്നുള്ള അക്ഷരം, ആ ഇഖ എന്നുള്ള അക്ഷരമാണ് ശരി. 1ഉം 3ഉം അത് മാത്രം എഴുതിയാൽ മതി. ഇതുപോലെ എഴുതിയാൽ മതി, അല്ല എഴുതാൻ പോകണ്ട കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. അത് ചോദിക്കാൻ കൊള്ളാവുന്ന പാഠമാണ്. കിഡ്കിയെ പരിയിലെടുക്കി റൈൻ ബസേരമേ. ആ പാഠഭാഗം അതൊന്ന് നോക്കിക്കൊണ്ട് പോവാം. പാഠഭാഗത്തിൻ്റെ സ്റ്റോറി നല്ല രീതിയിൽ മനസ്സിലാക്കി വച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിലെ എല്ലാ പാഠഭാഗത്തിൻ്റെയും പോയിന്റുകൾ തരാം. ശരി എന്നുവെച്ചാൽ ക്രമത്തിൽ ശരിയാക്കി എഴുതാനുള്ളത്, പിന്നെ ബാക്കി വിസ്താരം അങ്ങനെയുള്ളതെല്ലാം തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഈ 3 എണ്ണം കൃത്യമായി പഠിച്ചു വെക്കുക. എല്ലാം കൂടെ തന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് 3 എണ്ണമായിട്ട് ചുരുക്കി എഴുതിയത് കേട്ടോ. കൃത്യമായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടേ പോകാവൂ. 3ഉം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് അതിൻ്റെ പാറ്റേൺ തന്നെയാണ്, കൃത്യമായിട്ടും ഉണ്ടാകും. പഠിക്കണേ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.